ഇന്നത്തെ കാലത്ത് ഡിവോഴ്സുകൾ കൂടുതൽ ഉണ്ടാവാനുള്ള കാരണം പെൺകുട്ടികൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ രണ്ട് സാഹചര്യങ്ങളിൽ വളർന്ന രണ്ട് വ്യക്തികളാണ്. വീണയ്ക്ക് തിരിച്ച് ഇന്റർവേർട്ടിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ജീവിതകാലം മുഴുവൻ എന്തിനു സഹിച്ച് ജീവിക്കണം? ഈ ലോകത്ത് ഒരാൾക്കും അവർ ആഗ്രഹിക്കുന്ന 100% ക്വാളിറ്റി ഉള്ളൊരു വ്യക്തി ഇന്ന് വരെ കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയ ലൈഫ് പാർട്ട്ണറിന്റെ നല്ല ക്വാളിറ്റീസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർക്ക് ഇത്രയും നല്ല ക്വാളിറ്റീസ് ഉണ്ടല്ലോ. അവരുടെ നല്ല ക്വാളിറ്റീസ് കണ്ട് പരസ്പരം ബഹുമാനിക്കുകയും അപ്രീസിയേഷൻ ഒക്കെ കൊടുക്കും. നമ്മുടെ ലൈഫ് ഏറ്റവും അടിപൊളിയായി തീരും. നമുക്ക് ഒട്ടും പറ്റാത്ത ബന്ധങ്ങളാണെങ്കിൽ നമ്മൾ അവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കാൻ നിൽക്കരുത്. ആദ്യം വേണ്ടത് പെൺകുട്ടികൾക്ക് വിവാഹമല്ല, സ്വന്തം കാലിൽ നിൽക്കാൻ ഓരോ പെൺകുട്ടികളും പഠിച്ചിരിക്കണം. ഒരാളുടെ ജീവിതം വേറൊരാൾക്ക് വേണ്ടി ത്യജിക്കുക, ഒരു ജീവിതകാലം മൊത്തം അങ്ങനെ ജീവിക്കേണ്ടി വരുമ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സുരുകുന്നതിൻ്റെ ഒരു എഫക്റ്റ്, കർമ്മ എഫക്റ്റ് തീർച്ചയായിട്ടും ഭർത്താവിലേക്ക് വരും. പുരുഷന്മാർക്ക് റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഭാര്യയും അമ്മയും തമ്മിലുള്ള പൊരുത്തക്കേട്. പല സ്ത്രീകളും പറയാറുണ്ട്, എനിക്ക് എൻ്റെ അമ്മായിയമ്മയോട് ഭയങ്കര ദേഷ്യമായിരുന്നു, പക്ഷേ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത ടീച്ചറമ്മ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തു. ഇന്ന് എനിക്ക് അവരുടെ സ്വഭാവം മാറിയിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് അവരോട് ദേഷ്യമില്ല, എനിക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കാൻ എളുപ്പമാണ്, പക്ഷെ നമ്മളെ വെറുക്കുന്നവരെ പോലും സ്നേഹിക്കാനുള്ളൊരു വലിയ മനസ്സിലേക്ക്, അൺകണ്ടീഷണൽ ലവിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഈഗോ ക്ലാഷുകളാണ് മെയിനായിട്ട് വരുന്നത്. ഞാൻ പിടിച്ച മുയലിൽ 4 കൊമ്പെന്ന് പറഞ്ഞ പോലെ ഭാര്യ പറയും ഞാനാണ് ശരി, പറയും ഞാനാണ് ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ്. ഇതിനിടയിൽ കിടന്ന് പെടുന്നത് കുഞ്ഞുങ്ങളാണ്. പലരും ചോദിക്കാറുണ്ട്, ടീച്ചർ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ, ഞാൻ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണ്, എനിക്ക് ആ ഒരു ബന്ധത്തിൽ എനിക്ക് തുടർന്ന് പോകാൻ പറ്റുള്ളൂ. ചില സ്ത്രീകൾ മക്കളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റുള്ളവരോടൊപ്പം പോകുന്നുണ്ട്. വീണയ്ക്ക് തോന്നുന്നുണ്ട് അവർ പോയി സന്തോഷകരമായ ഒരു ജീവിതം അവർക്ക് ജീവിക്കാൻ പറ്റുമെന്ന്. എങ്ങനെ നല്ലൊരു പേരന്റ് ആകാം? അതിനെക്കുറിച്ച് പല പേരൻസിനും അറിയത്തില്ല. ചിലരങ്ങ് ചാക്കോമാഷ് കളി. ഒരു അഫെയർ ഉണ്ടെന്ന് അവർ വന്ന് പറയാം, നിന്നെ സ്കൂളിൽ വിടുന്ന ഇതിനാണോ? അടുത്ത പ്രശ്നം, അടി ബഹളം. ആ ഒരു പ്രായത്തിൽ ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ തോന്നി, ഇറ്റ്സ് നോർമൽ. മറ്റുള്ളവരോടുള്ള ദേഷ്യം ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, ചിലപ്പോൾ ഒരു ജീവിതകാലം മൊത്തം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്. ഈ ദേഷ്യം ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ നശിക്കുന്നത് അവരുടെ ജീവിതമല്ല, നമ്മുടെ ജീവിതമാണ്. നമ്മളൊന്ന് ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറായാൽ, പുറത്തു കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എല്ലാ ബന്ധങ്ങളും നമുക്ക് ശക്തമാക്കാം. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കാൻ അഥവാ സ്വർഗ്ഗതുല്യമാക്കാനും അതേസമയം ഏറ്റവും ദുരിതമയമാക്കാനും കഴിവുള്ള ഒന്നാണ് റിലേഷൻഷിപ്സ് അഥവാ വ്യക്തിബന്ധങ്ങൾ. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ നന്നാക്കാൻ എന്താണ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ നല്ല റിലേഷൻഷിപ്പുകളിലേക്ക് എത്തിപ്പെടാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാനായി നമ്മുടെ കൂടെയുള്ളത് ലൈഫ് കോച്ച് സുജ ആർ മോഹനാണ്. വെൽക്കം ചേച്ചി. താങ്ക് യു. ആദ്യം തന്നെ, അതായത് നമുക്ക് നല്ല ബന്ധങ്ങളിലേക്ക് എത്താൻ നമ്മുടെ മൈൻഡ് പവർ ഉപയോഗിച്ച് സാധിക്കും? തീർച്ചയായിട്ടും നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വീട്ടിൽ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പലരും വിചാരിക്കുന്നത്, പല സ്ത്രീകളും വിചാരിക്കുന്നത് എന്റെ ഭർത്താവ് എന്നെ പോലെയാകണം, ഒരേ സ്വഭാവം. അപ്പൊ ചിലപ്പോ ഭാര്യ, അതായത് ഇപ്പൊ ഭാര്യ എക്സ്ട്രോവേർട്ട് ആണ്, ഭർത്താവ് കട്ട ഇൻട്രോവേർട്ട് ആണ്. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ വീണ വിചാരിക്കും ജീവനും കൂടെ ആ ലെവലിലേക്ക് വന്നെങ്കിൽ ഒരിക്കലും നമ്മൾ വേറൊരാളെ പിടിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കരുത്. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ രണ്ട് സാഹചര്യങ്ങളിൽ വളർന്ന രണ്ട് വ്യക്തികൾ അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും വീണയ്ക്ക് തിരിച്ച് ഇന്റർവേർട്ടിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാ നമ്മൾ അദ്ദേഹത്തെ മാറ്റിയെടുക്കുന്നത്? അപ്പൊ അത് അദ്ദേഹത്തിന്റെ നേച്ചറാണ്. സോ അക്സെപ്റ്റ് ദാറ്റ് പേഴ്സൺ ആസ് ഹി ഈസ്. അദ്ദേഹം അങ്ങനെയാണ്. ആ ഒരു അക്സെപ്റ്റൻസ് വരാത്തപ്പോഴാണ് പ്രശ്നം. മനസ്സിലാവുന്നോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോകത്ത് ഒരാൾക്കും വീണ ഇന്ന് വരെ അവർ ആഗ്രഹിക്കുന്ന 100% ക്വാളിറ്റി ഉള്ളൊരു വ്യക്തി ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തി ഇല്ല. ഇല്ല. നമ്മുടെ എത്ര സോൾമേറ്റ് എന്ന് പറഞ്ഞാലും അത്രയും എല്ലാം തികച്ചു കിട്ടില്ല. സോ നമ്മൾ അവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയെ മനസ്സിലാക്കുക, അവരിതാണ്. അപ്പൊ അവരുടെ നല്ല ക്വാളിറ്റീസിലേക്ക് നോക്ക്. അവർക്ക് എന്തെല്ലാം നല്ല ക്വാളിറ്റീസ് ഉണ്ട്. ചിലപ്പം ഭർത്താവ് നമ്മൾ ആഗ്രഹിച്ച പോലെ അതേ ക്യാരക്ടർ, പക്ഷെ അവർക്ക് കുറേയധികം നെഗറ്റീവ്സ് ഉണ്ടാവും. നമുക്ക് കിട്ടിയ ലൈഫ് പാർട്ട്ണറിന്റെ നല്ല ക്വാളിറ്റീസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർക്ക് ഇത്രയും നല്ല ക്വാളിറ്റീസ് ഉണ്ടല്ലോ. അപ്പൊ ആ നല്ല കാര്യങ്ങളിലേക്ക് നോക്കി അവരെ അക്സെപ്റ്റ് ചെയ്യാനും, അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം തീർന്നു.
ഒരിക്കലും നമ്മളെ പോലെ ആക്കാൻ ശ്രമിക്കരുത്. അതാണ് ഏറ്റവും എല്ലാവർക്കും വരുന്നൊരു പ്രശ്നം. അപ്പൊ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഹസ്ബൻഡിനെ കാണുമ്പോൾ അദ്ദേഹം അവര് ഭയങ്കര എക്സ്ട്രോവേർട്ട്, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കും അങ്ങനെ കിട്ടിയെങ്കിൽ, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അങ്ങനെയല്ല. പക്ഷെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്രയൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കാൻ ശ്രമിക്കരുത്, നമ്മൾ അദ്ദേഹത്തെ അദ്ദേഹമായി കണക്കാക്കുക എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹം ഇത്തിരി ആയിട്ടൊക്കെ കിടക്കൂലേ? അതായത് കുറച്ചുകൂടെ അത് ആ രീതിയിലാകാം. അതിന് ഞാൻ വീണയ്ക്ക് ഇപ്പോ വേണമെങ്കിൽ നമുക്ക് അഫർമേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. എന്റെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആവണമെന്നുണ്ടെങ്കിൽ എന്റെ ഹസ്ബൻഡ് പിന്നെ നല്ല റൊമാൻറ്റിക് ആയിട്ട് എന്നോട് ബിഹേവ് ചെയ്യുന്നതിന് നന്ദി, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ വളരെ നല്ല നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള നേച്ചറിലേക്ക് എത്തി എന്നൊക്കെ നമ്മൾ അഫർമേഷനായിട്ട് പറയുമ്പോൾ അഫർമേഷൻസിന്റെ ഒക്കെ പവർ കൊണ്ട് അദ്ദേഹത്തിൽ ഒരു മാറ്റം വരുന്നത് വെച്ചാൽ ആഗ്രഹിക്കുന്ന മോശമാണെന്നല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെപ്പോലെ ആകണം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും ഈ ലോകത്ത് ഒരു രണ്ട് വ്യക്തികളും ഒരേ സ്വഭാവക്കാരല്ല. പല കാര്യങ്ങളിലും വ്യത്യസ്തമാണ്. രണ്ട് ഇഷ്ടങ്ങളാണ്, രണ്ട് താല്പര്യങ്ങളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് അവരോട് കാര്യങ്ങൾ പറയാം, മനസ്സിലാക്കാം, ഈ അഫർമേഷൻസ് ഒക്കെ പറഞ്ഞ് നമുക്ക് ആ ഒരു വൈബിൽ വരത്തക്ക രീതിയിൽ കൊണ്ടുവരും. എന്ന് വിചാരിച്ചാൽ ഒരു കംപ്ലീറ്റ് മാറി എന്നെ പോലെ ആകണമെന്നുള്ളൊരു വാശി നമ്മളൊന്ന് മാറ്റി വെച്ച് അവരുടെ നല്ല ക്വാളിറ്റീസ് കണ്ട് പരസ്പരം ബഹുമാനിക്കുകയും അപ്രീസിയേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ലൈഫ് ഏറ്റവും അടിപൊളിയായി തീരും. ആണല്ലേ? ഈ പല ടോക്സിക് റിലേഷൻഷിപ്പിലും പെടുന്ന പെൺകുട്ടികൾ, അവർക്ക് പലപ്പോഴും ആഗ്രഹം ഉണ്ടാവും അതിൽ നിന്ന് പുറത്തു വരണമെന്ന്, വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ അവരെ അതിനകത്തേക്ക് എന്നെ പിടിച്ചു വെക്കുന്നുണ്ടാവും. അയ്യോ പറ്റുന്നില്ലല്ലോ എന്നുള്ള. അപ്പൊ അങ്ങനെയുള്ള എന്റെ ബന്ധം തെറ്റാണ് എന്ന് എനിക്ക് അറിയാം, അല്ലെങ്കിൽ എന്റെ ബന്ധം വളരെ ടോക്സിക് ആണെന്ന് എനിക്ക് അറിയാം, പക്ഷെ എനിക്കതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ മൈൻഡ് പവറിലൂടെ നമുക്ക് ആ ഒരു ശക്തി നേടിയെടുക്കാൻ സാധിക്കുമോ? അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചയച്ചു, ആ പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്ന് ഭർത്താവിന്റെ ആ ഒരു ഭർത്താവായിട്ടുള്ള ബന്ധം അതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. ഒട്ടും അതായത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു ബന്ധമാണ്. അപ്പോൾ ആ പെൺകുട്ടി ഇത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ വീട്ടിൽ വന്ന് പറയും, പേരൻസ് പറയും, കുഴപ്പമില്ല, നീ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒക്കെ. അപ്പോൾ അല്ലെങ്കിൽ ഇൻലോസുമായിട്ടുള്ള പ്രശ്നമായിരിക്കും, അതൊക്കെ കുഴപ്പമില്ല, എല്ലാ വീടുകളിലുള്ളത്, നീ അത് കാര്യമാക്കണ്ട. ഈ പെൺകുട്ടിക്ക് ഇത് ആരോടും തുറന്നു പറയാൻ പറ്റും. അങ്ങനെയാണ് കൂടുതലും പെൺകുട്ടികൾ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിൽ തെറ്റില്ല. പക്ഷെ ഒട്ടും പറ്റില്ല എന്ന് തോന്നിയാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ എന്തിനു സഹിച്ച് ജീവിക്കണം? അത് പെൺകുട്ടികൾ മനസ്സിലാക്കണം. അത് നീ ഡിവോഴ്സിലേക്ക് പോയാൽ ഒരു മോശമായിട്ട്, അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവർക്കും എല്ലാം സെറ്റ് ആവണമെന്നില്ല. ചിലത് നമുക്ക് ഒട്ടും പറ്റാത്ത ബന്ധങ്ങളാണെങ്കിൽ നമ്മൾ അവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കാൻ നിൽക്കരുത്. അവർ സ്ട്രോങ് പേഴ്സണാലിറ്റീസ് ആവണം. ഇവൻ അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് വെച്ചു, അച്ഛനും അമ്മയും ചെന്നാൽ സ്വീകരിക്കില്ല, ചിലപ്പോൾ അവർക്ക് നാണക്കേട് ഉണ്ടാവും, സമൂഹം എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ടാവും. സ്വന്തം കാലിൽ നിൽക്കണം. ആദ്യം വേണ്ടത് പെൺകുട്ടികൾക്ക് വിവാഹമല്ല, സ്വന്തം കാലിൽ നിൽക്കാൻ ഓരോ പെൺകുട്ടികളും പഠിച്ചിരിക്കണം. ഫിനാൻഷ്യൽ ഫ്രീഡം നേടണം, അവർ ഒരു ജോലി കണ്ടെത്തണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് എന്തെങ്കിലും ചെയ്ത്. ഈ വീഡിയോ കാണുന്ന ഓരോ പെൺകുട്ടികളോടും എനിക്ക് പറയണം, ഓരോ പേരൻസിനോടും പറയണം, നിങ്ങളുടെ പെൺമക്കൾക്ക് ആദ്യം ആവശ്യം അവർക്ക് വിവാഹമല്ല, അവർക്ക് ആദ്യം വേണ്ടുന്ന അവരെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പ്രാപ്തരാക്കി എടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ജോലിയുള്ളൊരു പെൺകുട്ടിയാണ്, അവൾക്കൊരു ഡിസിഷൻ എടുക്കാനുള്ളൊരിതുണ്ട്. അവൾക്കൊന്നുമില്ലല്ലോ, എവിടെയെങ്കിലും പോയി ഒരു വീട് റെന്റിന് എടുത്തിട്ടെങ്കിലും ഇൻഡിവിജ്വലായിട്ട് നിൽക്കാനുള്ളൊരിതുണ്ട്. എങ്ങും നിൽക്കാനൊരിടമില്ലാതെ കടിച്ചു തൂങ്ങേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. ഇവിടെ ഇതിനൊരു കോൺട്രറി ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. അതായത് ഒരുപാട് ആളുകൾ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഡിവോഴ്സുകൾ കൂടുതൽ ഉണ്ടാവാനുള്ള കാരണം പെൺകുട്ടികൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇവർ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോണ്ട് തന്നെ. അപ്പൊ ഈ ഒരു തോട്ട് പ്രോസസ് ആളുകൾക്ക് വരുന്നത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ? അതായത് എല്ലാ ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ജോലിയുള്ളവരെല്ലാവരും അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത് ചിലരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. ചിലർ ഈ പറയുന്ന പോലെ സമ്പത്തൊക്കെ വരുന്നത്, ഇനിയിപ്പോൾ എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട, ഇൻഡിവിജ്വലായിട്ട് ജീവിക്കുന്ന, അത് അവരുടെ തീരുമാനമാണ് എന്ന് വിചാരിച്ച് ഒരു സ്ത്രീ എന്നും അവൾ അടുക്കളയിൽ കിടക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ചിലർക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷൻ അനുസരിച്ച് അവർക്കൊരു ജോലിക്ക് വിടത്തില്ല. ചില വീട്ടുകാർ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ജോലിക്ക് വിടത്തില്ല. അപ്പോൾ ജോലിക്ക് വിടാതെ ഇവർ ജീവിതകാലം മൊത്തം ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇത്രയും പഠിച്ചു, 4 ചുവരുകൾക്കുള്ളിൽ പെട്ട് ഞാനിങ്ങനെ കിടക്കുക. ഈ അടുക്കളയിൽ കിടക്കാൻ വേണ്ടി, അടുക്കള ജോലി മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹം. എത്ര പുരുഷന്മാർ അവരുടെ ഭാര്യയോട് ചോദിക്കാറുണ്ട്, മോളെ നിനക്ക് എന്തെങ്കിലും സ്വപ്നമുണ്ടോ? ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇവർ ഒരുമിച്ച് ജീവിച്ച് ഒരു പരിധി, അതായത് ഒരു ജീവിതത്തിൻ്റെ ഒരു നല്ല കാലഘട്ടം കഴിയുമ്പോൾ ഭാര്യ പറയാണ്, ഞാൻ ശരിക്കും എനിക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ബിസിനസ് ചെയ്യണമെന്ന്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് എൻ്റെ ലൈഫിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഒരു ജീവിതകാലം മുഴുവൻ ഞാൻ ഭർത്താവിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചില്ല, എൻ്റെ സ്വപ്നങ്ങളൊന്നും നേടിയില്ല. അപ്പോൾ ആ ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ ആ ഒരു സ്വപ്നങ്ങളും നേടാതെ അങ്ങനെ പോകുമ്പോൾ ശരിക്കും പുരുഷൻ അവർക്ക് അന്നേരം ഒരു വിഷമം തോന്നി, ഞാൻ അതിനൊന്നും അനുവദിച്ചില്ലല്ലോ എന്നുള്ളത്.
അതുകൊണ്ട് നമ്മൾ പറയില്ലേ, ഒരു ഹൗ ഓൾഡ് ആർ യു സിനിമയിൽ ചോദിക്കും, ഇത്രയും പ്രധാനമന്ത്രിമാരുണ്ടായിട്ട് അത് കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് വനിതാ പ്രധാനമന്ത്രി. അപ്പോൾ വീട്ടിലിരിക്കുന്ന ഭർത്താക്കന്മാർ, വീട്ടിലിരിക്കുന്ന ഒരു ഭാര്യമാർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ, ഇത് ഈ വീഡിയോ കാണുന്ന ഓരോ ഭർത്താക്കന്മാരും ഭാര്യയോട് ചോദിക്കും, മോളെ നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, നിനക്ക് ജോലിക്ക് പോകണോ, അല്ലെങ്കിൽ നിനക്ക് ബിസിനസ് ചെയ്യണോ? കാര്യം എന്ന് പറയുക, ഒരു കർമ്മദോഷം ഉണ്ടാവും. ഒരാളുടെ ജീവിതം വേറൊരാൾക്ക് വേണ്ടി ത്യജിക്കുക, ഒരു ജീവിതകാലം മൊത്തം അങ്ങനെ ജീവിക്കേണ്ടി വരുമ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സുരുകുന്നതിൻ്റെ ഒരു എഫക്റ്റ്, കർമ്മ എഫക്റ്റ് തീർച്ചയായിട്ടും ഭർത്താവിലേക്ക് വരും. അപ്പോൾ എന്താണ്, അവരുടെ ആഗ്രഹങ്ങൾ അവർക്ക് ഇഷ്ടമാണെങ്കിൽ ജോലിക്ക് പോട്ടെ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ബിസിനസ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മനുഷ്യർക്കുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ, ഏത് ഭർത്താവാണ് സ്വന്തം ഭാര്യ അത്രയേറെ സപ്പോർട്ട് ചെയ്യുന്നത്, ആ കുടുംബങ്ങൾ സ്വർഗങ്ങളായിരിക്കും. തിരിച്ചും അതുപോലെയാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഭർത്താക്കന്മാർ പറയാം, ടീച്ചർ സ്ത്രീകളെ കൂടുതൽ സപ്പോർട്ട്, അങ്ങനെയല്ല, തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ്. സ്ത്രീകളും അതുപോലെ സ്നേഹവും സപ്പോർട്ടും അവർക്ക് അത്രയും നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ബന്ധം കൂടുതൽ സ്ട്രോങ് ആവും. നമുക്കിപ്പോൾ ഒരു ഭൂരിഭാഗം സ്ത്രീകളും, ടീച്ചറിലേക്ക് എത്തിയിട്ടുള്ള ഭൂരിഭാഗം സ്ത്രീകളും പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഭർത്താവ് ആവശ്യത്തിന് സപ്പോർട്ട് നൽകുന്നില്ല, അല്ലെങ്കിൽ കെയർ നൽകുന്നില്ല, സ്നേഹം നൽകുന്നില്ല എന്നുള്ളതൊക്കെ ആയിരിക്കും. ഈ പുരുഷന്മാരുടെ കംപ്ലൈന്റുകൾ എന്തായിരിക്കും? പുരുഷന്മാർക്ക് റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഭാര്യയും അമ്മയും തമ്മിലുള്ള പൊരുത്തക്കേട്. ആ പ്രശ്നങ്ങൾ കാരണം വീട്ടിൽ സമാധാനമില്ല. അമ്മയോട് സ്നേഹം കൂടുതൽ കാണിച്ചാൽ ഭാര്യ പറയും പിന്നെ അമ്മയോടാണ് സ്നേഹം, തിരിച്ചാണെങ്കിൽ പറയും പെൺകോന്തനാണ്. അപ്പോൾ ഈ രണ്ടു പേർക്കും ഇടയിൽ കിടന്ന് ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ട്. അപ്പോൾ അവരടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സിൽവർ ക്ലാസ്സിൽ ഒരു മാസം ഈ നിങ്ങളുടെ ഭാര്യ ഒന്ന് കേട്ട് ഞാൻ അതിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മൾ എങ്ങനെയാണ് ഇൻലോസിനോട് ബിഹേവ് ചെയ്യേണ്ടത്. നമ്മുടെ പേരൻസിനെക്കാട്ടിയും അവരെ സ്നേഹിക്കണം, അവരെങ്ങനെയൊക്കെ പിന്നെ സ്നേഹിക്കണം എന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെല്ലാം പ്രാക്ടീസ് ചെയ്തതിന് പല സ്ത്രീകളും പറയാറുണ്ട്, ടീച്ചർമ്മ എനിക്ക് എൻ്റെ അമ്മായിയമ്മയോട് ഭയങ്കര ദേഷ്യമായിരുന്നു, പക്ഷേ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത ടീച്ചർമ്മ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇന്ന് എനിക്ക് അവരുടെ സ്വഭാവം മാറിയിട്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് അവരോട് ദേഷ്യമില്ല, എനിക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർ എങ്ങനെ പെരുമാറിയാലും അതൊന്നും ഇതില്ല, ഞാനൊരു അൺകണ്ടീഷണൽ ലവ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കാൻ എളുപ്പമാണ്, പക്ഷെ നമ്മളെ വെറുക്കുന്നവരെ പോലും സ്നേഹിക്കാനുള്ളൊരു വലിയ മനസ്സിലേക്ക്, ആ അൺകണ്ടീഷണൽ ലവിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റിലേഷൻഷിപ്പും ബെസ്റ്റ് ആക്കാം. ഞാൻ എപ്പോഴും പറയും, എനിക്ക് റിലേഷൻഷിപ്പിൽ 100 out of 100. അതായത് റിലേഷൻഷിപ്പിൽ നമുക്ക് പിന്നെ എന്താ പറയുക, എത്ര മോശം റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിനൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിനെയൊക്കെ ഞാൻ പെർഫെക്റ്റ് ആക്കി എടുത്തു. അതിനുള്ള സീക്രട്സ് എല്ലാം നമ്മൾ സിൽവർ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിലിടയിൽ ഞാനൊരു സംശയം ചോദിക്കട്ടെ, അതായത് ഈ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ പുരുഷന്മാർ പറയുന്നതെന്ന് പറയുമ്പോൾ, എപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും മാറി താമസിക്കണം, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം കൊടുക്കണം എന്നുള്ളത്. അപ്പൊ പിന്നെ അമ്മായിയമ്മ അതിലൊരു ഭീഷണിയാവുന്നുണ്ടോ? അല്ല, എല്ലാ കുടുംബങ്ങളിലും അത് മാത്രമായിരിക്കില്ല പ്രശ്നം. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ. അപ്പോൾ ഓക്കെ, അമ്മായിയമ്മയെ വിട്ടു, ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് താമസിക്കുകയാണ്. മിക്കവാറും ഭാര്യമാർ ആഗ്രഹിക്കുന്നത് എൻ്റെ ഭർത്താവ് എന്നെ പോലെ ആയിരിക്കണം, എൻ്റെ അതേ സ്വഭാവത്തിലേക്ക് എത്തണം എന്ന് വാശി പിടിക്കുന്ന അവിടെ നമ്മളൊന്ന് മാറി നിന്ന് ചിന്തിക്കുക. ഈ രണ്ട് വ്യക്തികൾ, രണ്ടുപേർക്ക് രണ്ട് ഇഷ്ടങ്ങളല്ലേ, നമുക്കൊരിക്കലും അവരെ ആകാൻ പറ്റുമോ? പിന്നെ എന്തിനാ അവരെ പിന്നെ പിടിച്ച് നമ്മളാക്കുന്നത്? നമുക്ക് പറ്റൂലടാ, നമുക്ക് നടക്കുമോ? ഇപ്പൊ ഞാൻ എക്സ്ട്രോവേർട്ട്, എന്നെ പിടിച്ച് ഇൻട്രോവേർട്ട്, എനിക്ക് പറ്റൂല, ശരിയല്ലേ? അപ്പൊ നമ്മൾ അവരുടെ ആ ഒരു സ്വഭാവം അങ്ങനെയാണ്, അവരെ അത് അക്സെപ്റ്റൻസ് ആണ് ആദ്യത്തെ ഒരു കാര്യം. അവരെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക, അവരെ മനസ്സിലാക്കുക, അവരിലുള്ള ആ നല്ല ക്വാളിറ്റീസിലേക്ക് നോക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവത്തില്ല. അപ്പം മിക്കവാറും ഈ പറയുന്ന പോലെ പുരുഷന്മാർക്കുള്ള മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യ അവരെ മനസ്സിലാക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പൊരുത്തക്കേടുകൾ, ആ ഒരു രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ വരുന്ന ഈഗോ ക്ലാഷുകളാണ് മെയിനായിട്ട് വരുന്നത്. അതായത് ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പെന്ന് പറഞ്ഞ പോലെ ഭാര്യ പറയും ഞാനാണ് ശരി, അത് പറയും ഞാനാണ് ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ്. ഇതിനിടയിൽ കിടന്ന് പെടുന്നത് കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ചെന്നിരുന്നാലും പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അവർക്കൊരു സമാധാനമില്ല, വീട്ടിലെന്നും പൊരിഞ്ഞാടി. ഭർത്താവ് താഴ്ന്നു കൊടുക്കൂല, ഞാൻ താഴ്ന്നു കൊടുക്കൂല, ഞാൻ എന്തിനു താഴ്ന്നു കൊടുക്കണം, അവളാണ് തെറ്റ്. ഭാര്യ പറയും ഞാൻ 1 ഇഞ്ച് താഴൂല്ല, ഞാൻ അങ്ങനെയാ, ഞാൻ ഇങ്ങനെ. ഇപ്പൊ ഈ രണ്ടുപേരും ഈ ഈഗോ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈഗോ ക്ലാഷുകളാണ് മെയിനായിട്ട് വന്ന് അവസാനം ഡിവേഴ്സിലേക്ക് പോകും. ആ ഡിവേഴ്സിലേക്ക് പോയി കഴിയുമ്പോൾ ഇതിനിടയ്ക്ക് വിടുന്ന ആ കുഞ്ഞുങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ ഈ പറയുന്നത് പോലെ നമുക്ക് ആ ഈഗോ ഇല്ലാതാകുന്ന അവസ്ഥ, നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈഗോ 1% പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. നമുക്ക് ക്ഷമിച്ചു കൊടുക്കാനും പുറത്തു കൊടുക്കാനും പറ്റും. അപ്പൊ നമ്മുടെ ബന്ധങ്ങൾ നമുക്ക് ശക്തമാക്കാൻ പറ്റും. ഈ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു ടാഗ് ലൈൻ ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന, നമ്മൾ ഒരുപാട് പേര് കേൾക്കുന്നുണ്ട് ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയി മാറുന്നു. എനിക്ക് പറ്റുന്ന ഒരാളെ ഞാൻ മറ്റൊരിടത്ത് വെച്ച് ഞാൻ വിവാഹത്തിന് ശേഷം കണ്ടുമുട്ടുകയാണെങ്കിൽ അയാളെ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നവരെയും കാണുന്നു.
അപ്പൊ അതിനോട് എന്താണ് ടീച്ചറിന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്? പലരും ചോദിക്കാറുണ്ട്, ടീച്ചർ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ, ഞാൻ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണ്, എനിക്ക് ആ ഒരു ബന്ധത്തിൽ എനിക്ക് തുടർന്ന് പോകാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ മെയിൻ ഫാക്ടർ വരുന്നത് നമ്മുടെ കുട്ടികളാണ്. ചില സ്ത്രീകൾ മക്കളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റുള്ളവരോടൊപ്പം പോകുന്നുണ്ട്. അവർ വീണയ്ക്ക് തോന്നുന്നുണ്ട് അവർ പോയി സന്തോഷകരമായ ഒരു ജീവിതം അവർക്ക് ജീവിക്കാൻ പറ്റുമെന്ന്. കുഞ്ഞുങ്ങളുടെ മനസ്സുരുകുമ്പോൾ, ഭർത്താവിൻ്റെ മനസ്സുരുകുമ്പോൾ ലോ ഓഫ് കർമ്മ പ്രകാരം ഇവരിലേക്ക് അതിൻ്റെ എഫക്റ്റ് വരും. എവിടെ പോയാലും മനസ്സമാധാനം, സ്വസ്ഥത അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ചീത്തപ്പേരും ഒപ്പം ഇതും. അപ്പോൾ ഇത് ചെയ്യുന്ന പുരുഷന്മാരും ഉണ്ടാവും. തിരിച്ചുകൊണ്ട് അവർ ചിലപ്പോൾ ഭാര്യയും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് അവർ വേറെ പോയി. ഇവരനുഭവിക്കുന്ന ആ വേദനയ്ക്ക്, ആ മനോദുഃഖത്തിന് തീർച്ചയായിട്ടും ഇവർ അടുത്ത ഏതൊരു ലൈഫിൽ പോയാലും അവരത് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകാൻ വളരെ എളുപ്പമാണ്. പക്ഷേ മനസ്സിലാക്കുക, നമ്മൾ അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിന്നീട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക്, ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ മക്കൾക്ക് ഒരുപാട് ദുരനുഭവങ്ങളുണ്ടാവും. എത്ര പേരുടെ മുന്നിൽ അവർ തലകുനിക്കേണ്ടി വരും. കുഞ്ഞുങ്ങൾ നാളെ അച്ഛൻ അങ്ങനെ പോയി, അല്ലെങ്കിൽ അമ്മ അങ്ങനെ പോയി, നാളെ എത്ര പേരുണ്ട് ഇവളുടെ അച്ഛൻ ഇങ്ങനെ പോയതാ, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ പോയതാ, എത്ര പേരുടെ മുമ്പിൽ ആ കുഞ്ഞുങ്ങൾ ജീവിതകാലം മുഴുവനും അവരുടെ നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു ഗതി വരുത്തണോ വേണ്ടയോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുക. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു ഫാക്ടർ അതാണല്ലോ. പിന്നെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഡിവേഴ്സ് ആയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ സ്വീകരിച്ച് അതിൽ തെറ്റില്ല. പക്ഷെ ഒരു ബന്ധത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആ ബന്ധത്തിൽ ഇരുന്നു കൊണ്ട് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് ഒഴിവാക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ, അതായത് ഈ മാതാപിതാക്കളും കുട്ടികളും തമ്മിലും ഭയങ്കരമായിട്ടുള്ള ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട്. എന്തായിരിക്കും ഇവർ തമ്മിൽ എത്രമാത്രം വഴക്കുണ്ടാവാനുള്ള കാരണങ്ങൾ? മെയിനായിട്ട് ടീനേജ് പ്രായത്തിലെത്തുമ്പോഴാണ്. അതായത് ഇപ്പം മാത്രമുള്ളതല്ലെന്ന് തോന്നുന്നല്ലേ, എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. അതായത് എങ്ങനെ നല്ലൊരു പേരന്റ് ആകാം, അതിനെക്കുറിച്ച് പല പേരൻസിനും അറിയത്തില്ല. ചിലരങ്ങ് ചാക്കോമാഷ് കളിയാ, ഞാൻ പറയുന്നത് കണക്ക് നിൽക്കണം. അപ്പൊ ടീനേജ് പ്രായത്തിലേക്ക് എത്തുമ്പോൾ കുട്ടികൾ ആ കിഡ്സ് ആയിരുന്നതിൽ നിന്ന് മാറി ആ ടീനേജ് പ്രായത്തിലേക്ക് എത്തണം. അപ്പോൾ ടീനേജ് ആകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറേയധികം ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു പ്രായമാണ് ടീനേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കിഡ്സ് ആയിരിക്കുന്ന സമയത്ത് അവരുടെ മാനസികാവസ്ഥയിൽ അതുവരെ അമ്മയുടെ സാരത്തുമ്പ് പിടിച്ച് ഇങ്ങനെ നടന്ന കുട്ടി പിന്നീട് പേരൻസിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് അവർ ഫ്രണ്ട്സുമായിട്ട് അറ്റാച്ച്ഡ് ആവുകയാണ്. അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് അറ്റാച്ച്ഡ് ആകുമ്പോൾ അമ്മയ്ക്ക് തോന്നി ഇത്രയും ദിവസം എൻ്റെ എല്ലാം വന്ന് പറയുമായിരുന്നു, ഇപ്പോൾ ഒന്നും പറയത്തുമില്ല, അവന് കുറേ ഫ്രണ്ട്സ് എന്നോട് വേണ്ട. അവിടെ പേരന്റ് മനസ്സിലാക്കണം, എൻ്റെ കുട്ടി ഇപ്പോൾ ആ ഒരു ടീനേജ് പ്രായത്തിലേക്ക് കടന്നു. അപ്പോൾ അവനിൽ ഉണ്ടാകുന്ന മാറ്റമാണ്, അവൻ്റെ സൗണ്ടിൽ മാറ്റം വരും, അവൻ്റെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്, അവൻ്റെ പെരുമാറ്റത്തിൽ മാറ്റം വരും. അപ്പോൾ ഒരു നല്ല പേരന്റ് എങ്ങനെ ആയിരിക്കണമെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്ന സ്റ്റുഡൻസ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, കുഞ്ഞുങ്ങളോട് എങ്ങനെ പെരുമാറണം, വളരെ സ്നേഹത്തോടെ വേണം കുഞ്ഞുങ്ങളോട് പെരുമാറാൻ. ഞാൻ പറയും, മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് അങ്ങ് വലുതാവും. നമ്മൾ ഈ അവരോട് ദേഷ്യപ്പെട്ട് അവരെ എടുത്തിട്ട് അടിച്ച് ബഹളം വെച്ച് കുറച്ചാൾ കഴിയുമ്പോൾ ഇതൊക്കെ എന്തിനായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനും ഇതുപോലെ മകനെ ഒരുപാട് അടിക്കുമായിരുന്നു. ഒരു ഇതെത്തിയപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അതൊക്കെ തെറ്റായിരുന്നു. ഞാൻ അവരോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് വന്നൊരു ഗതി മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ട നല്ല സ്നേഹം കൊടുത്ത് വളർത്തുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നത് സ്നേഹമാണ്. അപ്പം അത്രയും സ്നേഹം കൊടുക്കുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരെ മനസ്സിലാക്കുക. ടീനേജ് ടൈം ആകുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ വരും. അപ്പോൾ അവരോട് കൂടുതൽ ചേർന്ന് നിൽക്കുക. അവരോട് ചോദിച്ചാൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനാ അല്ല എൻ്റെ അമ്മയാ എന്ന് പറയുന്നെങ്കിൽ നമ്മുടെ നല്ല പേരൻ്റാന്ന് നമുക്ക് മനസ്സിലാക്കാം. അതല്ല, അവരെ ഒന്നും മനസ്സിലാക്കാതെ ഇപ്പോൾ ഒരു അഫെയർ ഉണ്ടെന്ന് അവർ വന്ന് പറയാം, നിന്നെ സ്കൂളിൽ വിടുന്ന ഇതിനാണോ, അടുത്ത പ്രശ്നം, അടി ബഹളം. ആ ഒരു പ്രായത്തിൽ ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ തോന്നി, ഇറ്റ്സ് നോർമൽ. അത് നോർമലാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നല്ല പേരന്റിങ് ഒരു എങ്ങനെ ആയിരിക്കണം നല്ല പേരന്റ് എന്ന് അറിയില്ല. പലരും പേരൻസ് ആക്കുന്ന റോൾ മോഡൽ ആക്കുന്ന അവരുടെ പേരൻസിനെയാണ്. നമുക്ക് എന്ത് പേരന്റിങ് കിട്ടി? ഞാനൊരു സമയത്ത് എൻ്റെ മക്കളോട് ഭയങ്കര ദേഷ്യപ്പെട്ട് പെരുമാറും. പണ്ട് നെഗറ്റീവ് ആയിരുന്ന സമയത്ത് ഹസ്ബൻഡ് എന്നോട് ചോദിക്കും, നീ കുഞ്ഞുങ്ങളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്, നിനക്ക് കുറച്ച് സ്നേഹത്തോടെ പെരുമാറിക്കൂടെ? അന്ന് ഞാൻ സ്ഥിരം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, എനിക്കിതാ കിട്ടിയത്, എനിക്ക് കിട്ടിയതേ ഞാൻ കൊടുക്കും. അതായിരുന്നു ഞാൻ വാദിച്ചുകൊണ്ടിരുന്നത്. കാര്യം എനിക്ക് എൻ്റെ വിചാരം അതാണ് റൈറ്റ് പേരൻറ്റിങ്. അതുപോലെ ഞാൻ നിന്നു. പക്ഷെ പിന്നീട് ഞാൻ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത്, അങ്ങനെ ആവരുതൊരു പേരന്റ്. നല്ല സ്നേഹം കൊടുക്കണം, കുഞ്ഞുങ്ങളെന്ന് മനസ്സിലാക്കണം. എന്ത് വന്നാലും കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക. മക്കളെ അച്ഛനുണ്ടടാ കൂടെ, അമ്മയുണ്ട്, മക്കൾ ധൈര്യമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ പെട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പഠനത്തിലേക്ക് ഫോക്കസ് കൊണ്ടുവരാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ നമ്മൾ ഒന്ന് കൂടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും ബെസ്റ്റാക്കി തീർക്കാൻ പറ്റും. ആണ്. ഈ റിലേഷൻഷിപ്പിന് ഒരു അഡ്വൈസ് തരാമോ എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു കോമൺ അഡ്വൈസ് കൊടുക്കാൻ സാധിക്കണമെന്നില്ല. എന്നിരുന്നാൽ പോലും റിലേഷൻഷിപ്പുകൾ മൊത്തത്തിലൊന്ന് മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസ് എന്ന് ചോദിച്ചാൽ ജനറലായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഫോർഗീവ്നെസ് കൊടുക്കുക, ക്ഷമിച്ചു കൊടുക്കുക. ആണ്, ക്ഷമിച്ചു കൊടുക്കുക.
പലർക്കും പറ്റത്തില്ല. പലരും പറയും ഞാൻ ഈ ജന്മത്ത് ക്ഷമിക്കത്തില്ല, അവൻ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അല്ല ഇവരിങ്ങനെ പറഞ്ഞു, ഞാൻ ഈ ജന്മത്ത് ക്ഷമിക്കത്തില്ല. ആ ദേഷ്യം, മറ്റുള്ളവരോടുള്ള ദേഷ്യം ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, ചിലപ്പോൾ ഒരു ജീവിതകാലം മൊത്തം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്. ഇവർ വിചാരിക്കും ഞാനാണ് റൈറ്റ്, ഞാൻ എന്തിനു ക്ഷമിച്ചു കൊടുക്കണം, അവരല്ലേ എന്നെ ദ്രോഹിച്ചത്, അത് ഞാൻ കൊണ്ട് നടക്കണം എന്ന് വിചാരിച്ച് അവരുള്ളിൽ കൊണ്ട് നടക്കും. പക്ഷേ ഈ ദേഷ്യം ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ നശിക്കുന്നത് അവരുടെ ജീവിതമല്ല, നമ്മുടെ ജീവിതമാണ്. നമ്മളൊരു മെഴുകുതിരി ഉരുകുന്ന പോലെ ഉരുകി 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 ഓരോ ദിവസവും നമ്മളിങ്ങനെ തീർന്നുകൊണ്ടിരിക്കും. അത് മാത്രമല്ല, മറ്റുള്ളവരെ പറ്റി നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് കെമിക്കൽസ് ഉണ്ടാകുന്നുണ്ട്. ഇത് ശരീരത്തിൽ അടിഞ്ഞുകൂടി ഓരോ അസുഖങ്ങളായിട്ട് മാറും. അപ്പം എന്തിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കണം. നമ്മളൊന്ന് ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറായാൽ, പുറത്തു കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എല്ലാ ബന്ധങ്ങളും നമുക്ക് ശക്തമാക്കാം. പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആക്കാവുന്നത്. പിന്നെ ചില ബന്ധങ്ങൾ നമുക്ക് ചിലരോട് സഹകരിക്കാൻ താല്പര്യമില്ല, നെഗറ്റീവാണ്, വിട്ടേക്ക്. വേണ്ടുന്ന ആൾക്കാരോട് നമുക്ക് പറ്റുന്ന നല്ല പോസിറ്റീവായിട്ടുള്ള ആൾക്കാരോട് സഹകരിക്കും. ഈ പ്രണയബന്ധങ്ങളിൽ ഇൻവോൾവ് ആയി പോയി ടീച്ചറെ, നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും, എനിക്കിതിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന പെൺകുട്ടികളോ ആൺകുട്ടികളോ ഉണ്ടോ? തീർച്ചയായിട്ടും. അപ്പൊ ചില ബന്ധങ്ങൾ അവർക്ക് ഒട്ടും സൂട്ടബിൾ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ തോന്നുന്നുണ്ട് ഇത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. പക്ഷെ ഇന്നത്തേക്ക് പിള്ളേർ ഒരുപാട് പ്രാക്ടിക്കലാണ്. ഞങ്ങളുടെയൊക്കെ സമയത്ത് പോലെ ആ അസ്ഥിക്ക് പിടിച്ച് പറയാനൊന്നുമില്ല. ഇപ്പൊ ഓക്കേടാ ബായ് എന്ന് പറഞ്ഞ് തീരാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു. പിന്നെ ചില ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്, മക്കളെ ഇത് മുമ്പോട്ട് പോയി ഇന്ന പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അവർക്ക് അവർ തിരിച്ചറിവ് കിട്ടുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ കുറെ ചിന്തിക്കാൻ ഓക്കെയാണ്. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ തേച്ചിട്ട് പോകുന്ന ടൈപ്പൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഒരു പെൺകുട്ടി ചിലപ്പോൾ ആത്മാർത്ഥമായിട്ടായിരിക്കും ഒരു പയ്യനെ സ്നേഹിക്കുന്നത്. ഒരു നിമിഷത്തിൽ അവളെ അങ്ങ് തേച്ചിട്ട് പോകുമ്പോൾ അവൻ വിചാരിക്കും ഞാൻ നല്ല മിടുക്കനായി എന്ന് വിചാരിക്കും. ആ പെൺകുട്ടി അനുഭവിക്കുന്ന വേദന, കാര്യം അത്ര സിൻസിയറായിട്ട് സ്നേഹിച്ചൊരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് എന്നും അതൊരു വേദനയായിട്ട് കിടക്കും. അതിന്റെ ഒരു കർമ്മ എഫക്റ്റ് അവന്റെ ജീവിതത്തിൽ എന്നും അത് നിലനിൽക്കും. അത് തിരിച്ചാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവർ ഓർക്കണം, നമ്മൾ കാരണം ഒരാളുടെ കണ്ണുനീര് വീഴാനിടയാൽ ബൂമറാങ് പോലെ അത് കറങ്ങി തിരിഞ്ഞ് നമ്മളിലേക്ക് വന്നിരിക്കും. ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്, മക്കളെ, നമ്മുടെ ഒരു വാക്ക് കൊണ്ട്, ഒരു ചിന്ത കൊണ്ട്, ഒരു പ്രവൃത്തി കൊണ്ട് ഒരു മനുഷ്യനൊരു വേദന കൊടുക്കരുത്. ഒരു പൂഴിമണ്ണ് നുള്ളിയിട്ട് പോലും ഒരാളെ വേദനിപ്പിക്കരുത്. കാര്യം എന്താ? ലോ ഓഫ് കർമ്മ. നമ്മൾ സത്കർമ്മം ചെയ്താൽ അതിന്റെ സദ്ഫലം നമ്മളിലേക്ക് വരും. മോശം കർമ്മമാണ് ചെയ്തതെങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ സത്കർമ്മം ചെയ്യുക, എല്ലാവരെയും സ്നേഹിക്കുക, അൺകണ്ടീഷണൽ സ്നേഹിക്കുക, വീണ പ്രതീക്ഷിച്ചുകൊണ്ടല്ല. നമ്മൾ പല ആൾക്കാരെയും നമ്മൾ കാണുമ്പോൾ ഇവളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ കടം ചോദിക്കല്ലേ, ഇവനെ സ്നേഹിച്ചാൽ ഇന്ന ബെനിഫിറ്റ് ഉണ്ട്, അങ്ങനെ സ്നേഹിക്കാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാനും എല്ലാവരെയും മനസ്സിലാക്കാനും എല്ലാവരോടും നല്ല പുഞ്ചിരിച്ചുകൊണ്ട് നന്നായിട്ട് ബിഹേവ് ചെയ്യാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റിലേഷൻഷിപ്പും നമുക്ക് മെച്ചമാക്കാൻ പറ്റും. സുജ ചേച്ചിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുമോ, എൻ്റെ ക്ലാസ്സിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് 100% ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും? 100% ഗ്യാരൻറ്റീഡ്. അതേത് റിലേഷൻഷിപ്പ് ആണെങ്കിലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തൊരു കുട്ടി, അപ്പോൾ നീതു എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടിയുടെ പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് മദറിലോ ഈ കുട്ടിയെ തല്ലുകയൊക്കെ ചെയ്തു. ഹസ്ബൻഡിൽ നിന്ന് ഒത്തിരി ദുരനുഭവങ്ങളുണ്ടായി. അപ്പോൾ ഈ കുട്ടി അവളുടെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ടീച്ചറമ്മ ഇങ്ങനെ, അപ്പോൾ ആ സമയത്ത് ഞാൻ 1-to-1 സെഷനെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എന്നോട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇങ്ങനെ എൻ്റെ പ്രശ്നങ്ങളാണ്, മദറിലോ എൻ്റെ തല്ലി എനിക്കിനി അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല, പിന്നെ ആ കുട്ടിക്ക് പിന്നെ അമ്മയില്ല, അപ്പോൾ അച്ഛൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന കുട്ടിയെ നോക്കാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമാണ്, വല്ലാത്തൊരു ഡിപ്രഷൻ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും, ഞാൻ എന്ത് ചെയ്യും? അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മക്കളെ, നിരന്തരം നീ ചിന്തിക്കുന്നത് മുഴുവൻ എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, അമ്മായിയമ്മ ഇങ്ങനെയാണ്, എൻ്റെ വീട്ടിലെ സന്തോഷമില്ല, സമാധാനം, നീ തിരിച്ച് ചിന്തിക്കുക. അവർ നിന്നെ ഒരു രാജകുമാരി പോലെ കൊണ്ട് നടക്കുന്നതും നിന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ സ്വർഗ്ഗതുല്യമായ അവസ്ഥയിലേക്ക് എത്തുന്നതും ഭർത്താവ് അത്രയും നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്നോട് പെരുമാറുന്നതും ഒക്കെ നീ എപ്പോഴും മനസ്സിൽ വിഷ്വലൈസ് ചെയ്യും. അങ്ങനെ അതിന് വേണ്ടുന്ന അഫർമേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞു ഞാൻ അതെല്ലാം മറന്നുപോയി. ഒരു ദിവസം ഞാനിങ്ങനെ ഉച്ചയ്ക്കുള്ള 1 PM ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി വന്ന് റേസ് ആൻഡ് ഓപ്ഷൻ ഇട്ടു. ഞാൻ ആ സക്സസ് ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത്, ടീച്ചറെ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, ആ മക്കളെ ഓർമ്മയുണ്ട്. ടീച്ചറമ്മേ, എങ്ങനെയാ മനുഷ്യർ സ്വിച്ചിട്ട പോലെ മാറുന്നേ? എൻ്റെ ഭർത്താവ് എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട് സ്വർഗ്ഗതുല്യമായി, മദറിൽ എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട്. ഇന്ന് എനിക്ക് അത്രയും സന്തോഷവും സമാധാനമുണ്ട്. എങ്ങനെയാ ടീച്ചറമ്മയോട് നന്ദി പറയേണ്ടതെന്നറിയാം. ഇതാ ഞാൻ വീഡിയോയുടെ ഞാൻ നേരത്തെ പറഞ്ഞത്, മനുഷ്യരുടെ ലൈഫ് മാറുന്നത് ഇങ്ങനെയാണ്. ഇനി ഒരു ജീവിതം ഇല്ല എന്ന് കരുതുന്നിടത്തുനിന്ന് തിരിച്ച് സ്വർഗ്ഗതുല്യമായ ജീവിതത്തിലേക്ക് ഏതൊരു മനുഷ്യർക്കും എത്താൻ പറ്റും. അല്ലേ? റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയും. പക്ഷെ സത്യത്തിൽ ഈ റിലേഷൻഷിപ്പിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണല്ലേ? അല്ല, മൈൻഡ് സെറ്റ് നന്നാക്കി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എളുപ്പമാണ് അല്ലെ? അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് റീപ്രോഗ്രാം ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ വെരി മച്ച് അവൈലബിൾ ആണ്, ഹാപ്പിലി അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും അത്തരം ഒരു അവസരം ഉപയോഗിക്കുക എന്ന് ഞാൻ പറയും.
അപ്പൊ അങ്ങനെ ഒരുപാട് പേർക്ക് ജീവിതത്തിലെ ഒരു പുതിയ വിജയം അല്ലെങ്കിൽ പുതിയൊരു തുടക്കത്തിന് ഇങ്ങനെ ഒരു ക്ലാസ് സഹായിക്കട്ടെ. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ചേച്ചി, ആൻഡ് താങ്ക് യു സോ മച്ച്.